എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാതിരുന്ന ആളാണ്. ഇപ്പോൾ നല്ലപോലെ സാമാന്യം നല്ലപോലെ നടക്കാൻ പറ്റുന്നുണ്ട്. ഹലോ, ഞാൻ റിബി ടിജോ. ഞാൻ ഇന്നുള്ളത് ഐസ് വെൽനസ് ഹോസ്പിറ്റലിന്റെ കൊച്ചിയിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. നമുക്കിന്ന് ഇവിടെ ഒരു വ്യക്തിനെ പരിചയപ്പെടാം. നമുക്ക് ഹോസ്പിറ്റലിനുള്ളിൽ പോയിട്ട് നമുക്ക് ആളെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് ഇന്ന് ചേട്ടനെ പരിചയപ്പെടാം. ഇത് ബിനോയ് ചേട്ടൻ പാല മേലുകാവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചേട്ടൻ ഈ ഹോസ്പിറ്റലിൽ വരാനുള്ള റീസൺ എന്തായിരുന്നു എന്ന് പറയാമോ? എനിക്ക് 12 വർഷമായിട്ട് ഷുഗർ ആയിരുന്നു. അപ്പം പെട്ടെന്ന് 2 വർഷമായിട്ട് ക്ഷീണം കൂടുതൽ വന്നു. അപ്പം ഷുഗർ രാവിലെ നോക്കുമ്പോൾ തന്നെ 500-ന് മുകളിൽ വന്നുകൊണ്ടിരുന്നു. പുറയിൽ പെട്ടെന്ന് ക്ഷീണിതനായി. ഷുഗർ എന്ത് ചെയ്താൽ കുറയുന്നില്ല, മുകളിലോട്ട് കയറി പോവായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ പോയി കിടന്ന് ചികിത്സ നടത്തി. എന്നിട്ടും കുറയാതെ വന്നപ്പോൾ 2 സുഹൃത്തുക്കള് ഒന്ന്. അപ്പൊ എത്ര നാളത്തോളം ട്രീറ്റ്മെന്റ് എടുത്തു ഹോസ്പിറ്റലുകളില്? 3 മാസത്തോളം. ഓക്കെ. അത് കഴിഞ്ഞ് വീട്ടിൽ തന്നെ ആയിരുന്നു? അതോ കഴിഞ്ഞ് വീട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു. വീട്ടിൽ അത്യാവശ്യം നടക്കാൻ മേലാതെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് 2 സുഹൃത്തുക്കൾ മുഖേന 2 പേരും കൂടെ വീട്ടിൽ വരികയും എന്നെ കാണുകയും അപ്പോൾ ഇങ്ങനെ കിടന്നാൽ പറ്റുകയല്ലായിട്ട് നടക്കാറാകണ്ടായേ എന്ന് ചോദിക്കുകയും അതിൽ നിന്ന് അങ്ങനെയാണ് ഞാനിവിടെ ഈ ഹോസ്പിറ്റലിൽ. അപ്പം നേരെ ഇവിടെ വന്ന് അഡ്മിഷനിൽ വരുവാണോ അതോ ഇതിനു മുമ്പ് മെഡിസിൻ? 2 മാസമായിട്ടും മെഡിസിൻ എടുക്കും. ഡോക്ടറെ വന്ന് കണ്ടു എന്നിട്ട് വീട്ടിലിരുന്ന് തന്നെ മെഡിസിൻ കഴിക്കായിരുന്നോ? ഓക്കെ. അപ്പൊ മെഡിസിൻ കഴിച്ചിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നോ? കഴിച്ചപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഓക്കെ. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കൈകൾക്കൊക്കെ വിലക്കുറവുണ്ടായിരുന്നു. അതെല്ലാം ഒത്തിരി മാറി. ഓക്കെ. അതിനുശേഷം അരയ്ക്ക് പുറത്തോട്ട് ഒരു ബലക്ഷയം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടത്തെ താമസവും ട്രീറ്റ്മെന്റും ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ താമസവും? വളരെ ബെറ്റർ ആയിരുന്നു. ട്രീറ്റ്മെന്റും അതിന്റെ ഫലമായിട്ട് കാല് ഉറപ്പിച്ച് നമുക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ട്. ഇപ്പം നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? മുറ്റത്തോടെയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മുറ്റത്തോടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് റെഡിയായി. അപ്പൊ ഡോക്ടർ പറയുന്നത് അനുസരിച്ച് കൃത്യമായിട്ട് ഇനിയുള്ള ഒരു സമയവും കുറച്ച് നാളോട് ഉറപ്പായിട്ടും മെഡിക്കേഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യുക. നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഒക്കെ ജീവിക്കാൻ പറ്റട്ടെ. എല്ലാവിധ മംഗളങ്ങളും. താങ്ക് യു.